കാര്യവും കാരണമൊന്നും സത്യത്തിൽ പറയുന്നില്ല. വളരെ വേഗമായിട്ടുള്ള കുറേ വരികൾ മാത്രമേ ഉള്ളൂ. അത് വായിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ ബി അശോകിൻ്റെ സസ്പെൻഷൻ ഓർഡറിൻ്റെ പദാനുപദം അതേപടി കോപ്പി ചെയ്തിട്ട് എഴുതി വെച്ച ഒരു സസ്പെൻഷൻ ഓർഡറാണ് കണ്ടത്. അതും ഒരു സ്വകാര്യ വ്യക്തിയുടെ പരാതിയുടെ പുറത്താണെന്നാണ് കാണുന്നത്. ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പേഴ്സൺ എന്താണ് റോളെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഏതോ ഒരു വ്യക്തിയുടെ പരാതിയുടെ പുറത്താണെന്ന് പറയുന്നത് ആ പരാതി ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പുറത്ത് ഒരു അഭിപ്രായമോ ഒന്നും ചോദിച്ചിട്ടില്ല, ഒരു ഹിയറിംഗ് നടത്തിയിട്ടില്ല. ഒരു വ്യത്യാസം കഴിഞ്ഞ തവണത്തെ സസ്പെൻഷനിൽ നിന്ന് ഉള്ളതെന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ആരുടെയും പരാതി ഇല്ലായിരുന്നു. ആർക്കും പരാതിയില്ലാത്ത, അതായത് ഡോക്ടർ ജയതിലക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വിഷമം തോന്നി, ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വിഷമം തോന്നി. ആ വിഷമം പരിഹരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണത്തെ സസ്പെൻഷൻ ഉത്തരവ് ഇട്ടത്. അതിനകത്ത് ഈ പറഞ്ഞ രണ്ട് വ്യക്തികളുടെയും പോലും പരാതി ഉണ്ടായിരുന്നില്ല. ഇത്തവണ വഴിയെ പോകുന്ന ഏതോ ഒരാളുടെ പരാതിയുണ്ട്. അദ്ദേഹത്തിന് എന്തായിരുന്നു പരാതി എന്ന് എനിക്ക് അറിയില്ല. കാരണം ആ പരാതിയുടെ കോപ്പി പോലും നമുക്ക് തന്നിട്ടില്ല, ഹിയറിംഗ് നടത്തിയിട്ടില്ല, സസ്പെൻഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ നമുക്ക് അറിയില്ല. വളരെ വേഗമായിട്ടുള്ള ഒരു ഉത്തരവാണ്, നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണെന്ന് തോന്നുന്നില്ല. നമ്മൾ സർക്കാർ സംവിധാനത്തിനകത്ത് സംസാരിക്കാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് മിണ്ടാനേ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു തിട്ടൂരമുറക്കാണ്. അത് ബേസിക്കലി നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ നോക്കുകയാണ്. അത് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ സർക്കാർ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നിയമവ്യവസ്ഥ, നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ചില വ്യക്തികളുടെ ഈഗോ, ചില വ്യക്തികളുടെ വാശി, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീരുമാനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു റൂൾ 6 ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ വ്യക്തമായിട്ട് പറയുകയാണെന്ന്. അങ്ങനെ ഒരു മുൻകൂർ അനുമതിയുടെ എവിടെയാണ് പറഞ്ഞിട്ടില്ല ആവശ്യം. ഭരണഘടന അനുസരിച്ചാണ് അത്. സത്യപ്രതിജ്ഞ തൊട്ട് സത്യം ചെയ്തിട്ടാണ് ഭരണത്തിലേക്ക് ഇവരൊക്കെ വരുന്നതും. പക്ഷെ അതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന അടിസ്ഥാന ഭാഗം പോലും വായിക്കാതെ, അതിനോടൊരു റെസ്പെക്റ്റ് ഇല്ലാതെ, മിനിമം റെസ്പെക്റ്റ്, പൗരന്മാരെ എല്ലാവരും ഒരുപോലെ കാണാൻ ആദ്യം പഠിക്കണം.